വാഴക്കൊമ്പിനെതിരെ എഫ്ഐആർ. ജനവാസ മേഖലയായ വടക്കാഞ്ചേരി നഗരസഭ 16-ാം ഡിവിഷൻ അകമലയിലിറങ്ങി സ്ഥിരമായി കൃഷി നശിപ്പിക്കുകയും പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്ന വാഴക്കൊമ്പനും കുട്ടിക്കൊമ്പനുമെതിരെ വടക്കാഞ്ചേരി കൃഷിഭവനാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. 2 ഏക്കർ നെൽകൃഷി നശിപ്പിച്ചു, 100ഓളം തെങ്ങുകളും കുറേയേറെ കവുങ്ങുകൾ നശിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് വാഴക്കൊമ്പനെതിരെ കൃഷിവകുപ്പ് ചുമത്തിയിരിക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭയ്ക്കും വനം വകുപ്പിനും വിഷയത്തിന്റെ പ്രാധാന്യം കാണിച്ച് റിപ്പോർട്ട് നൽകുന്നതോടൊപ്പം പ്രദേശത്തെ കർഷകരുടെ മാസ് പെറ്റീഷൻ തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് നൽകുമെന്നും വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ശ്രീ ദിബിൻ പറഞ്ഞു. വനം വകുപ്പുമായി ചേർന്ന് 5.5 കിലോമീറ്റർ വൈദ്യുത തൂക്കുവേലി സ്ഥാപിക്കാനുള്ള പദ്ധതിയുടെ ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ദിബിൻ കൂട്ടിച്ചേർത്തു. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി വടക്കാഞ്ചേരി കൃഷിഭവന് കീഴിലുള്ള അകമല പാടശേഖരത്തിൽ ഈ വർഷം കാട്ടാനശല്യം വളരെ രൂക്ഷമായിട്ട് ഉണ്ട്. അകമല പാടശേഖരത്തിലെ ഒരുപാട് കർഷകരുടെ നെൽകൃഷിയും വാഴ, അതേപോലെ കവുങ്ങ്, തെങ്ങ് എന്നുള്ള കൃഷികൾ ഒരുപാട് ഇത്തവണ ആനക്കൂട്ട് ഇറങ്ങിയിട്ട് നശിപ്പിക്കുന്നുണ്ട്. തുടർച്ചയായിട്ടാണ് ആനയുടെ ശല്യം നമുക്കവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 1.5 ഏക്കറിലധികം നെൽകൃഷി നശിച്ചതായിട്ട് എഫ്ഐആർ നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കർഷകർ അപേക്ഷ സമർപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ തെങ്ങിനും അതുപോലെ കവുങ്ങ് ഏകദേശം 30-35ഓളം കവുങ്ങുകളും 10-30ഓളം തെങ്ങുകളും അവിടെ നശിപ്പിച്ചതായിട്ട്, വലിയ തെങ്ങുകളും കായ്ക്കുന്ന തെങ്ങുകളും നശിപ്പിച്ചതായിട്ടും കാഴ്ച തുടങ്ങാൻ പോകുന്ന 6-7 വർഷം പ്രായമായിട്ടുള്ള തെങ്ങുകളൊക്കെ നശിപ്പിച്ചതായിട്ട് നമ്മൾ സ്ഥലപരിശോധനയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കർഷകർക്ക് ഇതൊരു വലിയ പ്രശ്നമായിട്ട് തുടരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം സോളാർ വേലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു സ്കീം RKVI പദ്ധതി പ്രകാരം വനവകുപ്പോട് ചേർന്ന് നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ സർവേയും മറ്റു കാര്യങ്ങളെല്ലാം നടത്തുകയും അതിൻ്റെ കൊട്ടേഷൻ നടപടിയൊക്കെ പുരോഗമിക്കുകയാണ്. അത് വന്നാൽ ഏകദേശം 5-5.5 കിലോമീറ്ററോളം നമ്മുടെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള അകമല ഭാഗം, കുഴിയോട് ഭാഗത്തുള്ള കാട്ടാന ശല്യത്തെ നിയന്ത്രിക്കാൻ നമുക്ക് ഈ സോളാർ വേലി കൊണ്ട് സാധിക്കും. പക്ഷേ ഇപ്പോൾ നിലവിലെ സിറ്റുവേഷനിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. എന്തായാലും അതിനെ ഈ മുണ്ടകൻ സീസണിലേക്ക് അത് പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്താൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. അതിൻ്റെ നടപടികൾ കുറച്ച് സമയമെടുക്കുന്നതാണ്. അപ്പോൾ അതിനു മുൻപ് തന്നെ ഈ നഷ്ടപരിഹാരവും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയും മുനിസിപ്പാലിറ്റിയൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാടശേഖരത്തിലെ കർഷകരുടെ ഒരു മാസ് പെറ്റീഷൻ തയ്യാറാക്കിയിട്ട് നമ്മൾ ഇതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ കളക്ടറേറ്റിലേക്ക് നമുക്കൊരു റിക്വസ്റ്റ് കൊടുത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടുതൽ സഹകരണത്തോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അപേക്ഷയും നമ്മൾ സമർപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇത്ര പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ആനയുടെ ആക്രമണം. എത്രത്തോളം നെൽകൃഷിക്കും മറ്റു കൃഷികളെയും ബാധിക്കുമെന്ന് നമുക്കിപ്പോൾ പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമുക്ക് ഇതിനെ തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്.